ചെമ്പനീർ പൂവിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിന്റെയും വെഡിങ് ആനിവേഴ്സറി നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ആഘോഷിക്കണം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും വർഷയ്ക്ക്. അതുകൊണ്ട് തന്നെ അവൾ അതൊരു പ്രത്യേക ഫംഗ്ഷൻ പോലെയൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്യുന്നത്. ആ ഫംഗ്ഷന്റെ അന്ന് ശ്രീകാന്ത് ചെറിയൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സമയമാകുന്നതും ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് വർഷ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ തന്റെ ബോസ് ആയിട്ടുള്ള ലേഡിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ ആയിരിക്കും വർഷ കാണുന്നത്. ആ ഒരു കാഴ്ച വർഷയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോവുകയാണ് വർഷ. ശ്രീകാന്ത് എന്തിനാണ് അവരോട് സംസാരിച്ച് നിൽക്കുന്നത് എന്നതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയാനായിട്ട് വർഷ നിൽക്കുന്നില്ല. അങ്ങനെ ഫംഗ്ഷന് പോകാനായിട്ട് വീട്ടിലെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. എന്നാൽ റെസ്റ്റോറന്റിൽ വെച്ച് ആ ഒരു കാഴ്ച കണ്ട് പിണങ്ങിപ്പോയ വർഷയാണെങ്കിൽ സമയം എത്രയായിട്ടും തിരികെ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. പിന്നീട് തിരികെ വീട്ടിലെത്തുന്ന ശ്രീകാന്ത് ആണെങ്കിൽ വർഷയെ കാണാതെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വല്ലാതെ ആശങ്കയോടെ നിൽക്കുന്നത് സച്ചിയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കുന്ന ശ്രീകാന്ത് മറ്റുള്ളവർ കൂടി വിഷമിക്കണ്ട എന്ന് കരുതി എല്ലാവരോടും ഫംഗ്ഷന് പോകാനും ഞാൻ വർഷയെയും കൂട്ടി റെഡിയായി അങ്ങോട്ട് വന്നോളാമെന്നും പറയുന്നുണ്ട്. എന്നാൽ സച്ചിക്കും രേവതിക്കും ശ്രീയുടെ ആ മാറ്റം മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ അവര് ഹാളിലേക്ക് പോകാതെ എല്ലാവരും പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് പോയതിനു ശേഷം അവർ ശ്രീകാന്തിന്റെ അടുത്തേക്ക് എത്തിയിട്ട് എന്ത് പറ്റിയടാ ശ്രീകാന്ത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ സമയം ശ്രീകാന്ത് ഒന്നും തുറന്നു പറയുന്നില്ലെങ്കിലും പിന്നീട് എന്താണ് കാര്യമെന്ന് സച്ചിയോടും രേവതിയുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്റെ ബോസ് റെസ്റ്റോറന്റിൽ വെച്ച് തെന്നി വീഴുകയും അവർക്ക് നടക്കാൻ വയ്യാതെ അവര് ഹോസ്പിറ്റലിലേക്ക് ശ്രീകാന്ത് എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ വർഷ അവിടേക്ക് വരുന്നത്. അത് കാണുന്ന വർഷ സത്യം എന്താണെന്ന് അറിയാതെ ശ്രീകാന്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ച് പിണങ്ങി അവിടെ നിന്നും പോവാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ സച്ചി അവനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വർഷ എവിടേക്കും പോയിട്ടുണ്ടാവില്ല. തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയണ്ട. നീ ഹാളിലേക്ക് ചെല്ല്, നീ സമാധാനമായിട്ടിരിക്കുക. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് വർഷ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാം എന്നും പറഞ്ഞ് ശ്രീകാന്തിനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ സച്ചി. ശേഷം ഹാളിലേക്ക് പോകാൻ തുടങ്ങുന്ന ശ്രീകാന്തിനോട് സച്ചി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വർഷ എവിടെയെന്ന് അവരെയൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയി എന്ന് മാത്രമേ നീ പറയാവൂ. അല്ലാതെ ഈ ഒരു കാര്യത്തിന് അവൾ നിന്നോട് പിണങ്ങി പോയതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് സച്ചിയും രേവതിയും ശ്രീകാന്തിനെ. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടും ശ്രീകാന്തിന്റെ ടെൻഷൻ മാറിയിട്ടുണ്ടാവില്ല. എല്ലാവരും വർഷയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് അർജന്റ് ആയിട്ട് ഒരു ഡബ്ബിംഗ് ചെയ്തു തീർക്കാനുണ്ട്, അതിനുവേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്ത് സങ്കടത്തിൽ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്ന സച്ചിയാണെങ്കിൽ തന്റെ ഫ്രണ്ടായ മഹേഷിനെ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രീകാന്തിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രീകാന്തെ, സച്ചിയും രേവതിയും അല്ലേ പോയിരിക്കുന്നത്, അവർ എവിടെയുണ്ടെങ്കിലും വർഷയെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും ആണെങ്കിൽ വർഷ പോകാൻ ഇടയുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരാൾ പറയുന്നുണ്ട് വർഷ ഒരു അഡ്വക്കേറ്റുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു എന്നും ഇവിടെ എവിടെയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ താൻ കണ്ട കാഴ്ച എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ശ്രീകാന്തിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കാണാനായിട്ടായിരുന്നു കേട്ടോ വർഷ പോയിട്ടുണ്ടാവുക. അപ്പോൾ വർഷയെ കുറിച്ച് വിവരം തന്ന ആളിൽ നിന്നും വക്കീലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് സച്ചിയും രേവതിയും അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവർ വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും വർഷ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നില്ല. സച്ചിയേട്ടനും രേവതി ചേച്ചിയും എന്തൊക്കെ പറഞ്ഞാലും ശരി ശ്രീകാന്തുമായിട്ട് ഇനിയൊരു ബന്ധത്തിന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു, അതിനുവേണ്ടി വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാണെന്നെല്ലാം വർഷ പറയുന്നുണ്ട് കേട്ടോ അവരോട്. ഇത് കേൾക്കുന്ന രേവതി, ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് വർഷേ, ഇത് നിന്റെ ജീവിതമാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, അതിനൊന്നും ഞങ്ങൾ എതിര് പറയുന്നില്ല. പക്ഷെ അതിനു മുൻപ് അവിടെ എന്താണ് നടന്നതെന്ന് നീ അറിയണം. ശ്രീകാന്ത് നീ കരുതുന്നത് പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ രേവതി വർഷയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ ബോസിന് കാലിൽ ഫ്രാക്ചർ പറ്റിയതുകൊണ്ടാണ് ശ്രീകാന്ത് അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ സമയത്താണ് നീ അവിടേക്ക് കയറി ചെന്നത്. ശ്രീകാന്തിന് എന്താണ് നിന്നോട് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ വർഷ ഇറങ്ങിപ്പോവുകയല്ലായിരുന്നു. അതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നീ ഒരിക്കലും ശ്രീകാന്തിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, നിനക്ക് വേണ്ടി അവൻ അവിടെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ രേവതി പറയുമ്പോൾ വർഷയ്ക്ക് ആകെ സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ശ്രീയെ തെറ്റിദ്ധരിച്ചു തോർത്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന വർഷ സച്ചിയുടെയും രേവതിയുടെയും കൂടെ തിരികെ ഫംഗ്ഷനിൽ ഹാളിലേക്ക് എത്തുകയാണ്. അതിസുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടായിരിക്കും കേട്ടോ വർഷ അവരുടെ കൂടെ ഫംഗ്ഷനിലേക്ക് എത്തുന്നത്. വർഷയെ കാണുന്നതും ശ്രീക്ക് സന്തോഷവും അതോടൊപ്പം
അതോടൊപ്പം തന്നെ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. വർഷ വന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് രേവതി ചേച്ചിയും സച്ചിയേട്ടനും എന്നോട് പറഞ്ഞു. സോറി ശ്രീകാന്തെ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. അതിലെനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ എന്നെല്ലാം വർഷ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം എന്താ മോളെ നീ ഇത്ര വൈകിയത്, നീ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വർഷയുടെ അച്ഛനും അമ്മയും അവിടെ വരുന്നുണ്ട്. ഞാനൊന്ന് പുറത്ത് പോയതായിരുന്നു, പിന്നെ എൻ്റെ ഈ കോസ്റ്റ്യൂം കിട്ടാനും വൈകി, അതാണ് ഞാൻ ലേറ്റ് ആവാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവരെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ വർഷ. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ ആയിരിക്കും. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കേക്കെല്ലാം മുറിച്ച് പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തും വർഷയും. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടന്നു കഴിയുന്നുണ്ട്. പിന്നീട് ഫംഗ്ഷനിലൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുന്നതിന് ശേഷം രവീന്ദ്രനാണെങ്കിൽ വർഷയെയും ശ്രീകാന്തിനെയും കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഫംഗ്ഷൻ ഒരുപാട് നന്നായിട്ട് നടന്നു മക്കളെ. അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഈ ഒരു സന്തോഷം നമുക്ക് ജീവിതാവസാനം വരെ നിലനിർത്തണം. അതിന് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ വേണം കഴിയാൻ എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അതിനിടയ്ക്ക് സുധി വന്നിട്ട് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് സുധി പറയുന്നുണ്ട് ഫംഗ്ഷനൊക്കെ നന്നായി നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഫംഗ്ഷൻ നടന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ, ഫംഗ്ഷൻ തുടങ്ങാൻ അത്രയും വൈകിയത് വർഷ ഒറ്റ ഒരാൾ കാരണം അല്ലേ എന്നൊക്കെ സുധി ഇങ്ങനെ വർഷയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ വർഷ അത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട്. ഞാൻ കാരണമാണ് ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് ലേറ്റ് ആയത്, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണല്ലോ. കാര്യം അറിയാതെ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചതോർത്ത് നാണം കെട്ട് വർഷ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറി വർഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് ലേറ്റ് ആയാൽ എന്താ, ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ടല്ലേ കഴിഞ്ഞത്. ജോലിക്ക് പോകുന്ന ഒരാളാവുമ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് പുറത്തൊക്കെ പോകേണ്ടി വരും. എനിക്ക് തന്നെ എത്ര വട്ടം ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഓട്ടം വിളിച്ച് അപ്പൊ തന്നെ പോകാറില്ലേ പതിവ്. വർഷയ്ക്ക് അർജന്റായിട്ട് ഒരു ഡബ്ബിങ് ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു എന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞത്. അതിന് ഇത്ര കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഫംഗ്ഷൻ നടന്നല്ലോ, അതുപോലെ എന്നെല്ലാം സച്ചി പറയുന്നുണ്ട് കേട്ടോ. സച്ചി തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ വർഷയ്ക്കും ശ്രീകാന്തിനും. തുടർന്ന് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞേനെ, സച്ചിയേട്ടൻ നമ്മളെ രക്ഷിച്ചു, അതേതായാലും നന്നായി എന്ന് ശ്രീകാന്തിനോട് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സുധിയാണെങ്കിൽ ചന്ദ്രയോടായിട്ട് അമ്മയ്ക്ക് കാല് വേദനിക്കുന്നുണ്ടോ എന്നല്ലേ പറഞ്ഞത്, അമ്മ പോയി കിടക്കാൻ നോക്ക്, ഇപ്പൊ തന്നെ നേരം ഒരുപാട് വൈകി, ഞങ്ങളും കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്താണ് വർഷ എല്ലാവരെയും വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് നിന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി എന്താണാവോ എന്ന രീതിയിൽ ഈർഷ്യയോടെ വർഷയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് രേവതി ചേച്ചി ഒന്നിങ്ങ് വന്നേ, ഇത് ചേച്ചിക്കുള്ള എൻ്റെ ഒരു സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് രേവതിയുടെ നേർക്ക് നീട്ടുന്നുണ്ട് കേട്ടോ വർഷ. ഇതേ സമയം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ വർഷ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇപ്പൊ ഇത് വാങ്ങിക്കുക, ചോദ്യമൊക്കെ പിന്നെ ആവാം, ഇത് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ എനിക്കാണോ ഗിഫ്റ്റ് തരുന്നത്, ഇത് നിങ്ങൾ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഞാനല്ലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരേണ്ടത് വർഷ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഈ ആനിവേഴ്സറി നടക്കാനുള്ള ഒരേ ഒരു കാരണം രേവതി ചേച്ചിയും സച്ചിയേട്ടനുമാണ്, അതുകൊണ്ട് ഞാനും ശ്രീകാന്തും കൂടി ചേച്ചിക്ക് തരുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണിതെന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ നീ എന്താ വർഷ ഈ പറയുന്നത്, ഈ ഫംഗ്ഷൻ നടക്കാൻ കാരണം സച്ചിയും രേവതിയും ആണെന്നൊന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും സച്ചി എൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട്, അതെ അതിലെന്താ പാർലറേട്ടത്തേക്ക് ഇത്ര സംശയം, ഇന്നീം ഫംഗ്ഷന് വേണ്ടി സകല അറേഞ്ച്മെന്റ്സും ചെയ്തത് എൻ്റെ ഭാര്യയല്ലേ, അതായിരിക്കും വർഷ ഉദ്ദേശിച്ചത് അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ. അങ്ങനെ മടിച്ചു നിൽക്കുന്ന രേവതിയോട് ചേച്ചി ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ. രേവതിയാണെങ്കിൽ ആ കവർ അപ്പോൾ തന്നെ പൊളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് ബോക്സിനുള്ളിലിരിക്കുന്ന വില കൂടിയ ഒരു ഫോൺ ആയിരിക്കും കേട്ടോ വർഷ കൊടുത്തിട്ടുണ്ടാവുക. തുടർന്ന് ഇത്ര വലിയ വില കൂടിയ ഫോണാണോ വർഷേ, ഇതെനിക്ക് എന്തിനാണെന്നെല്ലാം രേവതി ചോദിക്കുമ്പോൾ ചേച്ചി ഇതെന്താ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്, ചേച്ചി ഇപ്പോഴും ഈ ബേസ് ഫോണല്ലേ യൂസ് ചെയ്യുന്നത്, ഇനി മുതൽ രേവതി ചേച്ചി ഇത് ഉപയോഗിച്ചാൽ മതി, ചേച്ചിയുടെ ബിസിനസ്സിന് ഇത് ഒരുപാട് ഉപകാരമാകുമോ എന്നെല്ലാം വർഷ പറയുന്നത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഇവൾ ആ ഫോണും വെച്ചുകൊണ്ടാണ് പൂവൊക്കെ അളക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് നേരെ നോക്കുന്നത് രവീന്ദ്രന്റെ മുഖത്തേക്കായിരിക്കും. അപ്പൊ രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രയെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നത് കാണുമ്പോൾ ചന്ദ്രയുടെ വാ താനെ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇവൾക്ക് എന്തിനാ ഇത്ര വില കൂടിയ ഫോണൊക്കെ, ഇതൊക്കെ വെച്ചിട്ട് ഇവൾ എന്ത് ചെയ്യാനാ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഉണ്ടാവും എന്നെല്ലാം രേവതിയെ കളിയാക്കിക്കൊണ്ട് വീണ്ടും ചന്ദ്ര പറയുമ്പോൾ ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് വേണം കൊടുക്കാൻ,
കാരണം രേവതി ചേച്ചിയുടെ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ ഒരു ഡയമണ്ട് നെക്ലസ് കൊടുത്താൽ പോലും അത് ചെറുതായിട്ടേ വരൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ രേവതി ചേച്ചിക്ക് വേണ്ടി ചെയ്തു, അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നെല്ലാം വർഷ നല്ല മറുപടി തന്നെ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയാണെങ്കിൽ ആ ഫോൺ വാങ്ങിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഫോൺ ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പോലും ഇവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവളാണെങ്കിലും ഇതുവരെ പുതിയൊരു ഫോൺ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നെല്ലാം പറയുമ്പോൾ, ചേച്ചി ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ അല്ലേ സച്ചിയേട്ടാ, അപ്പോൾ ചേച്ചിക്ക് ഈ ഫോൺ ഒരുപാട് ഉപകാരമായിരിക്കും, ഓൺലൈനിൽ കൂടി ബിസിനസ് നടത്താനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഈ ഫോൺ എന്നെല്ലാം വർഷ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നോക്കു ശ്രുതി, നമ്മൾ അവർക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സ്വർണ്ണ മോതിരല്ലേ സമ്മാനിച്ചത്, എന്നിട്ട് അവൾ നമുക്ക് ഒന്നും വാങ്ങി തിന്നുന്നില്ല. രേവതിയാണെങ്കിൽ ഒരു ബൊക്കെയല്ലേ സമ്മാനമായിട്ട് കൊടുത്തത്, അതിന് അവൾ തിരിച്ചു കൊടുത്തത് എന്താ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫോൺ, അവളുടെയൊക്കെ ഒരു തലവര എന്നെല്ലാം ശ്രുതിയോടായിട്ട് അടക്കം പറയുന്നുണ്ട് കേട്ടോ സുധീപ്. തുടർന്ന് ഇതൊന്നും വേണ്ട വർഷേ, ഇത്രയും പണം ചെലവാക്കി ഇങ്ങനെ ഒരു ഫോൺ വാങ്ങി തന്നത് എന്തിനാണെന്ന് രേവതി വീണ്ടും പറയുമ്പോൾ, ചേച്ചിയുടെ സഹോദരങ്ങളല്ലേ ഞാനും ശ്രീകാന്തും, ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി ചെയ്ത ഹെൽപ്പ് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് തിരിച്ച് എന്ത് ചെയ്താലും അതൊട്ടും മതിയാവില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചേച്ചിക്ക് തരുന്നു, ചേച്ചി ഇത് തിരിച്ചൊന്നും പറയാതെ അക്സെപ്റ്റ് ചെയ്യണമെന്നെല്ലാം വീണ്ടും വർഷ പറയുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട്. അങ്ങനെ വർഷ കൊടുത്ത ആ ഐഫോൺ സ്വീകരിച്ചുകൊണ്ട് താങ്ക്സ് ഒക്കെ രേവതി വർഷയോട് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ പിരിഞ്ഞ് അവരെല്ലാവരും ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. പക്ഷേ ചന്ദ്രയ്ക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ മുഖത്തടിച്ചതുപോലെയാണല്ലോ വർഷ രേവതിക്ക് വില കൂടിയ സമ്മാനം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ടത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്